ബലാത്സംഗ കേസിൽ എന്തുകൊണ്ടാണ് നടൻ സിദ്ദിഖിനെ പോലീസ് ഇതുവരെയും ചോദ്യം ചെയ്യാത്തത്? ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരെയും കാത്തിരിക്കാനാണോ നീക്കം? എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ സിദ്ദിഖിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. കാരണം താൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കണം. അതിനാൽ ചോദ്യം ചെയ്യലിന് തയ്യാറെന്നറിയിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് ഇമെയിൽ സന്ദേശം അയച്ചു. ഇതോടെ നടനെ വിളിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്നാണ് സൂചന. ഈ മാസം 22 വരെയും സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. അറസ്റ്റ് പാടില്ലെന്ന് കോടതി പറഞ്ഞ കാലയളവിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘത്തിന് കഴിയും. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് സിദ്ദിഖിന്റെ നീക്കം. പിന്നീട് ചോദ്യം ചെയ്യുന്ന അവസ്ഥയും അറസ്റ്റിന് കളമൊരുങ്ങുകയും ചെയ്താൽ സിദ്ദിഖ് റിമാൻഡിൽ പോകേണ്ടി വരും. എന്നാൽ ഇപ്പോൾ മെയിൽ അയച്ചതുവഴി അന്വേഷണത്തോട് സഹകരിച്ചെന്ന് പിന്നീട് കോടതിയിൽ സ്ഥാപിക്കാം. അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ അക്കാര്യം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടാനുമാകും. തുടർന്ന് അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ പ്രതിഭാഗം ഗൂഢാലോചന ആരോപിക്കുമെന്നതും ഉറപ്പ്. പ്രധാന നടനെ ജയിലിലടയ്ക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് ഉള്ളതെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിക്കും. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് സിദ്ദിഖിന്റെ ഇമെയിലിനോടുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം. 22-ന് തൊട്ട് മുൻപുള്ള ഏതെങ്കിലും ദിവസങ്ങളിലാകും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്നാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.